പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിഷേധങ്ങളും നിർത്തിവെക്കാനാണ് എല്ലാ മുസ്ലിം സംഘടനകളും ആഹ്വാനം ചെയ്തിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രതിഷേധങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യം ഇപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് പോസ്റ്റ്പോൺ ചെയ്യുന്നത് എന്ന് പല മുസ്ലിം സംഘടനകൾ അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അതിനുശേഷം തുടരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം മീററ്റിൽ ഒരു പ്രതിഷേധം നടന്നിരുന്നു. അത് അത്യധികം ഭയാനകരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മീററ്റിലെ പവർ സ്റ്റേഷൻ സമ്പൂർണ്ണമായി നിശ്ചലമായി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പവർ സ്റ്റേഷനിലെ സ്റ്റാഫായിട്ടുള്ള റിയാസുദ്ദീൻ അവിടെയുള്ള ഇലക്ട്രിസിറ്റി പൂർണ്ണമായും കട്ട് ചെയ്തിട്ടു എന്നുള്ളതാണ്. അതായത് മീററ്റിലെ എൻ്റയർ ഇലക്ട്രിസിറ്റി കഴിഞ്ഞ ദിവസം മീററ്റ് സമ്പൂർണ്ണമായി കഴിഞ്ഞ ദിവസം ഇരുട്ടിലായി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആ ഇരുട്ടിലാകാനുള്ള കാരണം റിയാസുദ്ദീൻ എന്ന് പറയുന്ന ഒരു പവർ സ്റ്റേഷൻ എംപ്ലോയി ആ പവർ സ്റ്റേഷനിലെ ഇലക്ട്രിസിറ്റി സിറ്റിയിലേക്കുള്ള ഇലക്ട്രിസിറ്റി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെയ് 1-ാം തീയതി ചില മുസ്ലിം ഗ്രൂപ്പുകൾ 15 മിനിറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് വഖഫ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ മീററ്റിൽ ആഹ്വാനം ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ എംപ്ലോയി, അതായത് ഈ സ്റ്റാഫ് റിയാസുദ്ദീൻ മീററ്റിലെ പവർ സ്റ്റേഷനിലെ സമ്പൂർണ്ണമായിട്ടുള്ള വൈദ്യുതി ബന്ധം മീററ്റിലേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച് എല്ലാ വീടുകളും ഇരുട്ടിലാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. റിയാസുദ്ദീൻ ഈ പവർ സ്റ്റേഷൻ എംപ്ലോയിയെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. എൻ്റയർ ഏരിയയിലെ ഇലക്ട്രിസിറ്റി ഇയാൾ കട്ട് ഓഫ് ചെയ്തു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമായി ഇപ്പോൾ അന്വേഷണ സംഘം കാണുന്നത്. പോരാത്തതിന് ഇയാളെ ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായി അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു പശ്ചാത്തലം ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ്. കാരണം വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും മതമൗലികവാദികൾ അഴിഞ്ഞാടുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ഇപ്പോൾ ഒരു പവർ സ്റ്റേഷൻ പൂർണ്ണമായി ഒരാൾ കയ്യിലെടുത്തുകൊണ്ട് ഒരു എംപ്ലോയി അവിടുത്തെ ഒരു സിറ്റിയിലെ, അതായത് മീററ്റിലെ സമ്പൂർണ്ണമായിട്ടുള്ള വൈദ്യുതി വിച്ഛേദിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഇയാൾക്കെതിരെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിന്റെ ചർച്ചയിലാണ് ഇപ്പോൾ അന്വേഷണ വിഭാഗവും അവിടെയുള്ള വിദ്യുച്ഛക്തി ബോർഡും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.